ഹലോ ഓൾ, നമ്മളിന്ന് ഈ ഒരു ഫാബ്രിക് ഇയറിംഗ് ആണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇത് വന്നിട്ടൊരു ഹാങ്ങിങ് ഇയറിംഗ് ആണ് കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫാബ്രിക് വേണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു യെല്ലോ കളർ ഫാബ്രിക്കാണ്. കോട്ടൺ ആണ് എപ്പോഴും നല്ലത്. ഇതിൻ്റെ കൂടെ ഞാനൊരു MDF ബോർഡും എടുത്തിട്ടുണ്ട്. MDF ബോർഡ് നമുക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ തിക്കായിട്ടുള്ള കാർഡ്ബോർഡ് പീസ് യൂസ് ചെയ്താലും മതി. ഈ ബോർഡ് വന്നിട്ട് ഓൺലൈനിൽ മീഷോയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ ബോർഡിനനുസരിച്ച് മെഷർമെൻറ്റിൽ നമ്മുടെ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫാബ്രിക് ഗ്ലൂ ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്തിട്ട് ഞാൻ കുറച്ച് ഇടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. അതായത് നല്ലപോലെ അതിനിങ്ങനെ പേസ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിനെ ഓരോ എൻഡിലും നിന്നും ഇങ്ങനെ വെച്ചിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ 2 ബോർഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം എഗെയിൻ നമ്മുടെ ഈ ബോർഡിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ക്ലോത്ത്. അതിനുശേഷം ഐപ്പിൻ എടുത്തിട്ട് അതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മൾ കുറച്ച് കട്ട് ചെയ്തെടുത്തു. ഒരു എൻഡിൽ നമുക്ക് ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഐപ്പിൻ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഒരു വാക്സ് സ്ട്രിപ്പിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ രണ്ടാമത് വെട്ടിവെച്ച ക്ലോത്തിൻ്റെ പീസ് സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊടുക്കുവാണ്. ഇങ്ങനെ 2 ബോർഡ്സ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിന് കുറച്ച് ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം ഐഡിയയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തു, ഈ കളർ യൂസ് ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം സീക്വൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു യെല്ലോയ്ക്ക് കോമ്പിനേഷനായിട്ട് ഞാനിവിടെ ഒരു ബ്ലൂ കളർ സീക്വൻസ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ലാസ്റ്റ് എൻഡ് പോർഷനിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളിത് വന്നിട്ട് ഈ ഒരു പെന്ന് ഇത് വന്നിട്ട് നമ്മൾ ഈ കുന്തൻ സ്റ്റോൺസൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന പെന്നാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സീക്വൻസ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു പെൻ്റെ കൂടെ ഒരു ഗ്ലൂവും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റ് എടുക്കുമ്പോൾ അങ്ങനെ സ്റ്റിക്ക് ആയിക്കോളും. അപ്പം ഇത് നമ്മളിങ്ങനെ ഓരോന്നെടുത്തിട്ട് നമ്മുടെ ഗ്ലൂവിൻ്റെ മുകളിലേക്കിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് ഉണങ്ങാനായിട്ട് ടൈം കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു ഹുക്ക് എടുത്തിട്ട് നമ്മൾ ആദ്യം കണക്ട് ചെയ്ത് വെച്ച ഐപ്പിന്നിൻ്റെ ആ ഒരു എൻഡിലോട്ട് പ്ലെയർ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ ഒരു മെറ്റീരിയലും എല്ലാം നമുക്ക് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് വന്നിട്ട് നമുക്ക് കോളേജ് ഗോയിങ് ഗേൾസിനും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഹാങ്ങിങ് ഇയറിംഗ് ആണ്. ഇതിനെ നമുക്ക് സ്റ്റഡ് രീതിയിലും ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.